Morning, students. Today is the last area in your module 3, that is political modernization. In this module, that is module 3, we have discussed a bunch of political concepts which are part of modern political analysis, which emerged during the last century. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന പഠന ശാഖയിൽ എന്ന ഡിസിപ്ലിൻ എന്ന വിഷയത്തിൽ സബ്ജക്റ്റിൽ പ്രധാനമായും ഉണ്ടായ ഒരു മാറ്റാണ് പൊളിറ്റിക്കൽ അനാലിസിസ്, രാഷ്ട്രീയ വിശകലനം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. Till then, the study of political science or politics was mainly focused on study of constitutions, governments, kingdoms, rulers, etc. 1920 മുതലാണ് നമ്മൾ ഈ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ടേമിലേക്ക്, സബ്ജക്റ്റിലേക്ക് നമ്മൾ എത്തിയത്. 1920-കളിലാണ്. അതുവരെ നമ്മൾ പ്രയോഗിച്ചിരുന്നത് പൊളിറ്റിക്സ് എന്നാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ് എന്നാണ് ഇപ്പോഴും ലണ്ടനിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ പേര്, യൂണിവേഴ്സിറ്റി. ലണ്ടൻ സ്കൂൾ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ്, മറ്റേ സിംഗിൾ ഡിപ്പാർട്ട്മെന്റ്. ലോകത്തിന്റെ പല ഭാഗത്തും ഇപ്പോഴും പൊളിറ്റിക്സ് തന്നെ അറിയപ്പെടും. അമേരിക്കയിൽ നിന്നാണ് ഈ പൊളിറ്റിക്സിനെ പൊളിറ്റിക്കൽ സയൻസിലേക്ക് മാറ്റിയത്. അപ്പോഴാണ് ഈ പൊളിറ്റിക്കൽ അനാലിസിസ്, രാഷ്ട്രീയ വിശകലനം എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ, ഒരു ഡെവലപ്മെന്റിൽ ഉണ്ടായത്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വെറുതെ ഭരണഘടനയും നിയമനിർമ്മാണ സഭ, പൊളിറ്റിക്കൽ സ്ട്രക്ചറുകൾ, അതിനെക്കുറിച്ച് മാത്രം പഠിക്കേണ്ടതല്ല. എന്താണ് പൊളിറ്റിക്സ് സംഭവിക്കുന്നതെന്ന് പറയുന്നതിനെ കുറിച്ച് പഠിക്കണം. ദാറ്റ് ഇസ് വൈ ദേ ഹാവ് സജസ്റ്റഡ് മെനി മോർ പൊളിറ്റിക്കൽ കൺസെപ്റ്റ് ലൈക്ക് പവർ, പൊളിറ്റിക്കൽ കൾച്ചർ, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്, political socialization, and finally this political modernization. This is another concept which closely related to political modernization as well as political culture, political socialization, etc. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനെ കുറിച്ചും ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ. Political modernization is a process based upon a rational utilization of resources and aimed at the establishment of modern society. Political modernization means rational utilization of resources within a political system and establishing a modern society. നമ്മൾക്ക് ലഭ്യമായ വിഭവങ്ങളെ ഏറ്റവും ശാസ്ത്രീയമായി, ഏറ്റവും യുക്തിസഹമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ആധുനിക സമൂഹം സൃഷ്ടിക്കുന്നതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയും. രാഷ്ട്രീയമായി ആധുനികമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക, നമ്മൾക്ക് ലഭ്യമായ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, അത് മാൻ ആവാം, മെറ്റീരിയൽ ആവാം, ടെക്നോളജി ആവാം, വാട്ട് എവർ ഇറ്റ് ബി. It refers to the development of sufficiently flexible and powerful institutional framework that should meeting the growing demands and accommodating change. Political modernization means the enhancing the capability of a political system to meet the changing challenges or changing circumstances. കാലഘട്ടം മാറുന്നതനുസരിച്ച് രാഷ്ട്രത്തിന് മുന്നിൽ നിരവധിയായ വെല്ലുവിളികൾ ഉയർന്നു വരും, നിരവധിയായ പ്രതിസന്ധികൾ ഉണ്ടാവും. The duty or the function of a political system or political structure is to face these challenges successfully. ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല ഈ പ്രതിസന്ധികളെ വിജയകരമായി മറികടക്കുക എന്നുള്ളത്. ഈ പ്രോസസ്സിനാണ് നമ്മൾ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ പറയുന്നത്. That the political framework should be modern enough to face the challenges of changing circumstances. മാറുന്ന സാഹചര്യങ്ങളുടെ പ്രതിസന്ധിയെ നേരിടാൻ പര്യാപ്തമാക്കുന്ന രീതിയിൽ രാഷ്ട്രീയ സംവിധാനം മാറുക എന്നുള്ളത്. നമ്മൾക്കറിയാം, ഒരു 100 കൊല്ലം മുമ്പ് നമുക്കുണ്ടായിരുന്നത് ജനാധിപത്യമല്ല, രാജവാഴ്ചയാണ്. 600-ൽ പരം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണ് പിന്നീട് ഇന്ത്യയായി മാറുന്നത്.
അപ്പോൾ നാട്ടുരാജ്യങ്ങൾ അല്ലെങ്കിൽ രാജവാഴ്ച എന്ന് പറയുന്ന സംവിധാനത്തിന് ഈ ചലഞ്ചസ്, നമ്മളുടെ ഒരു രാജ്യം സ്വാതന്ത്ര്യ സമരമായി തുടർന്ന് വന്ന ഒരു രാജ്യം എന്ന് പറയുന്ന സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ രാജവാഴ്ചയ്ക്ക് പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഇറ്റ് ഹാസ് ചേഞ്ച് ടു ഡെമോക്രസി. നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ ആധുനിക ജനാധിപത്യ സംവിധാനങ്ങളും പാർലമെന്റും ഒക്കെ സ്ഥാപിച്ചു നടത്തും. ഇറ്റ് ഈസ് ദി സിസ്റ്റമാറ്റിക്, sustained and powerful application of human energies to the rational control of man's physical and social environment for various purposes. Political modernization എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക്, സസ്റ്റൈൻഡ് ആൻഡ് പവർഫുൾ. വളരെ ശാസ്ത്രീയമായി, സിസ്റ്റമാറ്റിക് ആയിട്ട്, സ്ഥായിയായി നമ്മളുടെ മാനവ വിഭവത്തെ, ഹ്യൂമൻ റിസോഴ്സസ്, ഹ്യൂമൻ എനർജീസ് ടു ദി റാഷണൽ കൺട്രോൾ ഓഫ് മാൻസ് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ് ഫോർ വേരിയസ് പർപ്പസ്. മനുഷ്യന്റെ ഭൗതികമായ, സാമൂഹ്യമായ ഒരുപാട് ആവശ്യങ്ങൾ, ഈ ആവശ്യങ്ങളെ നിറവേറ്റാൻ കഴിയുന്ന രീതിയിൽ നമ്മളുടെ വിഭവങ്ങളെ ഉപയോഗിക്കുക, നമ്മളുടെ ഊർജം ഉപയോഗിക്കുക. മാനവവിഭവം ആയിക്കോട്ടെ, പ്രകൃതി വിഭവം ആയിക്കോട്ടെ, വാട്ട് ആർ ദി റിസോഴ്സസ്, whether it is human resources or natural resources or resources from the surroundings or technology. We have to make use these resources for the development, for the modernization of society, that is man's physical and social environment. മനുഷ്യന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ പരിസരത്തെ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി അതിനെ വിനിയോഗിക്കുക എന്നുള്ളതാണ്. സാമുവൽ പി ഹണ്ടിങ്ടൺ, as I mentioned earlier, Samuel P. Huntington describes it as a multifaceted process involving changes in all areas of human thought and activity. സാമുവൽ പി ഹണ്ടിങ്ടൺ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആൾ തന്നെയാണ്. സാമുവൽ പി ഹണ്ടിങ്ടന്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് എ മൾട്ടി ഫേസറ്റഡ് പ്രോസസ്. ഇതൊരു ബഹുമുഖ പ്രക്രിയയാണ്. ഇതിൽ ഒരു തലം മാത്രമല്ല ഉള്ളത്, പല തലങ്ങളുള്ള ഒരു പ്രക്രിയയാണ് വാട്ട് യു മേ കാൾ ദിസ് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ. അതൊരു ബഹുതല പ്രക്രിയയാണ്. ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് ഹ്യൂമൻ തോട്ട് ആൻഡ് ആക്ടിവിറ്റി. മനുഷ്യന്റെ ചിന്തയുടെയും പ്രവർത്തനത്തിന്റെയും സമസ്ത മേഖലകളിലും മാറ്റം കൊണ്ടുവരുന്ന ഒരു പ്രക്രിയക്കാണ് നമ്മൾ വാട്ട് യു മേ കാൾ ദിസ് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ. ഒരു രാഷ്ട്രീയമായ ആധുനികവൽക്കരണം. രാഷ്ട്രീയമായി ആധുനികവൽക്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദി പൊളിറ്റിക്കൽ സിസ്റ്റം വിൽ ബി കേപ്പബിൾ ഓഫ് ഫേസിംഗ് ദി ചലഞ്ചസ് ഓഫ് ചേഞ്ചിങ് സിറ്റുവേഷൻസ്. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ വെല്ലുവിളികളെ കൂടി നേരിടാൻ പര്യാപ്തമാവുന്ന രീതിയിലേക്ക് രാഷ്ട്ര സംവിധാനം മാറുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് സ്ത്രീ സംവരണം വേണം, തിരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തണം എന്നുള്ളൊരു വാദമുണ്ട്. നമ്മൾ പാർലമെന്റിലും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലും ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല, പക്ഷെ നമ്മൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു മോഡേണൈസേഷൻ ആണ്. സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കുക, സ്ത്രീകൾക്ക് അവർക്ക് ലഭിക്കേണ്ട അധികാര കേന്ദ്രങ്ങളിൽ, അധികാര സ്ഥാനങ്ങളിൽ അവർക്ക് പങ്കാളിത്തം ഉറപ്പുവരുത്തുക. അതൊരു ഡെമോക്രസിയുടെ ഭാഗമാണ്, അതൊരു മോഡേണൈസേഷനാണ്. അപ്പൊ ഇത്തരം പല ചലഞ്ചുകളുണ്ട്. യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണം. എല്ലാ ഇലക്ഷൻ സമയമാകുമ്പോഴും രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലെ യുവജന പ്രസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഡിമാൻഡാണ് യുവജനങ്ങൾക്ക് കൂടുതൽ പങ്കാളിത്തം വേണം. നമ്മളുടെ രാഹുൽ ഗാന്ധിയൊക്കെ അതിനുവേണ്ടി പലപ്പോഴും നിലകൊള്ളുന്ന ആൾക്കാർ. രാഹുൽ ഗാന്ധിയുടെ ഇനിഷ്യേറ്റീവിലാണ് കോൺഗ്രസിൽ പലപ്പോഴും കുറച്ച് ആൾക്കാർക്കൊക്കെ, യുവജനങ്ങൾക്കും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽപ്പെട്ടവർക്കൊക്കെ പലപ്പോഴും സീറ്റുകളൊക്കെ ലഭിക്കുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവരൊന്നും ഈ രാഷ്ട്രീയ പാർട്ടിയിൽ പൊതുവെയുള്ള രീതിയാണ്. ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോൾ ഒരു നയമുണ്ട്, 2 കൊല്ലം മത്സരിക്കാൻ പാടും, പിന്നെ മത്സരിക്കാൻ പാടും. അപ്പൊ യുവാക്കൾക്ക് കൂടുതൽ പങ്കാളിത്തം കൊടുക്കുക രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ നടക്കേണ്ട പ്രക്രിയയാണ്. ചിലപ്പോൾ ചില പ്രസ്ഥാനങ്ങൾ കൊടുക്കില്ല, വനിതകൾക്ക് കൊടുക്കില്ല, വനിതകൾക്ക് ജയിക്കാവുന്ന സീറ്റുകളൊന്നും വനിതകൾക്ക് കൊടുക്കില്ല. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും പലപ്പോഴും ഉണ്ടാവാം. അത് ഒരു പുരുഷ മേധാവിത്വപരമായ ഒരു ക്രമീകരണം രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ സാമുവൽ പി ഹണ്ടിങ്ടന്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് എ മൾട്ടിഫേസഡ് പ്രോസസ് ഇൻവോൾവിംഗ് ചേഞ്ചസ് ഇൻ ആൾ ഏരിയാസ് ഓഫ് ഹ്യൂമൻ തോട്ട് ആൻഡ് ആക്ടിവിറ്റി. മനുഷ്യന്റെ സമസ്ത മേഖലയിലും കൊണ്ടുവരുന്ന മാറ്റത്തെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ദിസ് മോഡേണൈസേഷൻ ഈസ് എ പ്രോസസ് വിച്ച് മീൻസ് ചേഞ്ച് ഇൻ ഓൾ ഫീൽഡ്സ്. എല്ലാ മേഖലയിലുള്ള മാറ്റം, സോഷ്യൽ, കൾച്ചറൽ, സൈക്കോളജിക്കൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ആൻ എക്കണോമിക് കൺസെപ്റ്റ്. ഇത് സമസ്ത മേഖലയിലും കൊണ്ടുവരുന്ന മാറ്റമാണെങ്കിൽ പോലും സാധാരണഗതിയിൽ നമ്മൾ മോഡേണൈസേഷൻ എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി റിലേറ്റഡ് ടു ആൻ എക്കണോമിക് കൺസെപ്റ്റ്. ഒരു സാമ്പത്തിക മേഖലയുടെ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു when it come to political
മോഡേണൈസേഷൻ. രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്ന രീതിയിലേക്ക് വരുമ്പോൾ മോഡേണൈസേഷൻ, നേരത്തെ പറഞ്ഞ മോഡേണൈസേഷൻ എല്ലാ മേഖലയിലും ഉണ്ട്. സാമൂഹ്യ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, മനഃശാസ്ത്രത്തിന്റെ മേഖല അല്ലെങ്കിൽ മനോഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സൈക്കോളജിക്കൽ, എക്കണോമിക്, സാമ്പത്തികമാണ്, പൊളിറ്റിക്കലാണ്. പക്ഷെ നമ്മൾ സാധാരണ മനസ്സിലാക്കുക സാമ്പത്തിക വികസനം, മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ആധുനികവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികവും ടെക്നോളജിക്കലാണ് പ്രധാനം മനസ്സിലാക്കുക. When it comes to political modernization, it is change in political culture and political institutions. നമ്മൾ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ചർച്ച ചെയ്യുമ്പോൾ ഇറ്റ് മീൻസ് ചേഞ്ചസ് ഇൻ പൊളിറ്റിക്കൽ കൾച്ചർ. നമ്മൾ പൊളിറ്റിക്കൽ കൾച്ചർ നേരത്തെ പഠിച്ചിരുന്നു. 3 തരം കൾച്ചറാന്നൊക്കെ പറഞ്ഞു. സബ്ജക്ട്, പിന്നെന്താ 3 പാർട്ടിസിപ്പേഷൻ ഏതൊക്കെയാ പറഞ്ഞ ഓർമ്മയുണ്ടോ? Yes. Then 3 kind of political changes in political culture. നമ്മൾ അതിന്റെ പൊളിറ്റിക്കൽ കൾച്ചറിൽ മാറ്റം കൊണ്ടുവരുന്നതാണ്. We try to bring changes in political culture. നമ്മൾ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലാത്ത ട്രഡീഷണൽ പറയുന്ന കൺസെപ്റ്റ്, ദെൻ സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ, പരോക്കിയൽ സബ്ജക്റ്റ് പാർട്ടിസിപ്പന്റ്. ഈ പരോക്കിയൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ കൾച്ചർ ഉണ്ട്, അതായത് യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത ഗോത്രവർഗത്തിന്റെ ഒരു സാധനം. അവിടെ അങ്ങനെ സംവിധാനം ഉണ്ടെന്ന് പോലും അറിയില്ല. പരോക്കിയൽ വളരെ ഇടുങ്ങിയതാണ്. ദെൻ വി ഹാവ് ടു സബ്ജക്ട്. നമുക്കറിയാം ഒരു ഭരണ സംവിധാനമൊക്കെ ഉണ്ട്, രാജവാഴ്ച പോലെ ഒരു ഭരണ സംവിധാനമൊക്കെ ഉണ്ട്, നമ്മളതിന്റെ ഒരു പ്രജകൾ മാത്രമാണ്. ദെൻ പാർട്ടിസിപ്പന്റ്, നമുക്ക് പങ്കാളിത്തം. അപ്പോൾ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ മീൻസ് ട്രാൻസ്ഫോമിങ് അവർ പൊളിറ്റിക്കൽ കൾച്ചർ ഫ്രം എ parochial to subject or parochial to participant or subject to participant. രാഷ്ട്രീയ സംസ്കാരത്തിന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളുടെ രാഷ്ട്രീയ സംസ്കാരം പരോക്കിയൽ കൾച്ചറിൽ നിന്ന് യാതൊരു പങ്കാളിത്തവും യാതൊരു അറിവില്ലാത്തൊരു സംസ്കാരത്തിൽ നിന്ന് സബ്ജക്റ്റായി മാറുന്നത് ഒരു ചേഞ്ചാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആധുനികവൽക്കരണം, രാഷ്ട്രീയ സംസ്കാരം മാറുന്നതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന് വിശേഷിപ്പിക്കുക. ആസ് വെൽ ആസ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ രാഷ്ട്രീയ സ്ഥാപനങ്ങളിൽ മാറ്റം വരും. ചേഞ്ചസ് ഇൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ ഒരു 100 കൊല്ലം മുന്നേ എടുക്കുകയാണെങ്കിൽ രാജവാഴ്ചയിൽ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എന്ന് പറയാൻ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഇങ്ങനെയുള്ള വിഭജനങ്ങളൊന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന സംവിധാനം എന്ന് വെച്ചാൽ ഏകദേശം എല്ലാം കൂടി ഒരു സ്ട്രക്ചറാണ്. രാജാവ് തന്നെയാണ് നിയമം നിർമ്മിക്കുന്നത്, നടപ്പിലാക്കുന്നത് രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട രാജാവ് തന്നെയാണ്, ശിക്ഷ വിധിക്കുന്നത് രാജാവ് തന്നെയാണ്. എല്ലാ സ്ഥാപനങ്ങളും ഒന്നിച്ചാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ സ്ഥാപനങ്ങൾ ശാക്തീകരിക്കപ്പെടുകയും ജനങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം മാറ്റപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയക്കാണ് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ മീൻസ് ചേഞ്ചസ് ഇൻ പൊളിറ്റിക്കൽ കൾച്ചർ ആസ് വെൽ ആസ് ചേഞ്ചസ് ഇൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. രാഷ്ട്രീയ സ്ഥാപനങ്ങളും രാഷ്ട്രീയ സംസ്കാരവും ഓരോ തലമുറ കഴിയുമ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഈ മാറ്റത്തെയാണ് നമ്മൾ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Modernization is a multi-phased process and it has several dimensions. Modernization എന്ന് പറഞ്ഞാൽ ഒരു ബഹുമുഖമുള്ള ഒരു പ്രതിഭാസമാണ്, ഒരു പ്രക്രിയയാണ്. അതിന് പല തലങ്ങളുമുണ്ട്. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് അറ്റ് ഇന്റലക്ച്വൽ ലെവൽ. ഇതിന് ബൗദ്ധികമായ തലത്തിൽ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ നമ്മുടെ ബൗദ്ധിക തലങ്ങളിൽ ചില മാറ്റം വരുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് a tremendous expansion of man's knowledge about his environment and the diffusion of this knowledge throughout the country through increased literacy, institutional development and mass communication. പൊളിറ്റിക്കൽ കൾച്ചറിൽ മാറ്റം വരുമ്പോൾ ജനങ്ങളുടെ ബൗദ്ധിക നിലവാരത്തിൽ മാറ്റം വരും. ഭരണാധികാരികൾ പറയുന്നത് മുഴുവൻ അപ്പാടെ കേൾക്കാനും വിഴുങ്ങാനും ഒന്നും നമ്മൾ തയ്യാറാവില്ല. നമ്മൾ അവരെ സംശയിക്കും, അവർ പറഞ്ഞത് ശരിയാണോ എന്ന്. കാരണം ജനങ്ങളുടെ ലിറ്ററസി വർദ്ധിക്കുന്നു, സാക്ഷരത വർദ്ധിക്കുന്നു, ജനങ്ങൾക്ക് രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് വിജ്ഞാനം ഉണ്ടാവും, ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അത്തരം വിവരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഇൻക്രീസ്ഡ് ലിറ്ററസി, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, കൂടുതൽ വിദ്യാഭ്യാസം നേടുമ്പോൾ നമ്മളുടെ ബൗദ്ധികമായ നിലവാരം മാറുന്നു, നമ്മൾക്ക് രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ധാരണകൾ മാറ്റം വരും. ആൻഡ് ദിസ് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ ലീഡ്സ് ടു എ വിജിലന്റ് സൊസൈറ്റി, എ സിവിൽ സൊസൈറ്റി. ഒരു പൗര സമൂഹത്തെ സൃഷ്ടിക്കുന്നു. ഭരണാധികാരികളെയും ഭരണഘടനയെയും ഭരണത്തെയും ഒക്കെ വളരെ നിശിതമായി വിമർശിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് പര്യാപ്തമാകുന്നു. മാൻസ് നോളജ് അബൌട്ട് ഹിസ് എൻവയോൺമെന്റ്, അദ്ദേഹത്തിന്റെ പരിസരത്തെ കുറിച്ച്, അദ്ദേഹം ജീവിക്കുന്ന ചുറ്റുപാടുകളെ കുറിച്ചുള്ള മനസ്സിലാക്കുന്നു. ആ നോളജ് രാഷ്ട്രത്തിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളെ ബാധിക്കുന്നു. അതിന് കാരണമാവുന്നത് പ്രധാനമായിട്ടും ലിറ്ററസിയാണ്,
സ്ഥാപനപരമായ വികാസം, നമ്മൾക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ, മാസ് മീഡിയ പോലുള്ള ജനങ്ങൾക്ക് വിവരങ്ങൾ കൊടുക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാവും. ദിസ് ആൾ ലീഡ്സ് ടു ആൻ ഇന്റലക്ച്വൽ ലെവൽ ഡെവലപ്മെന്റ് ഇൻ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ. രാഷ്ട്രീയ ആധുനികവൽക്കരണത്തിന്റെ കാര്യത്തിൽ ഈ മാധ്യമങ്ങളായാലും ജനങ്ങളുടെ വർദ്ധിച്ച സാക്ഷരതയായാലും ഈ കമ്മ്യൂണിക്കേഷൻ റവല്യൂഷനൊക്കെ ജനങ്ങളെ ഒരുപാട് മാറ്റി തീർത്തിട്ടുണ്ട് എന്നർത്ഥം. ദെൻ അറ്റ് സൈക്കോളജിക്കൽ ലെവൽ, മനഃശാസ്ത്രപരമായി മാനസിക തലത്തിൽ ഇതിന് മാറ്റം വരുത്താൻ കഴിയും. പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ ബ്രിങ്സ് സം ചേഞ്ചസ് അറ്റ് സൈക്കോളജിക്കൽ ലെവൽ. ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ് ഇൻ ദി നോംസ്. നമ്മളുടെ മൂല്യങ്ങളിൽ മാറ്റം വരുന്നു. വാല്യൂസ്, ചേഞ്ചസ് ഇൻ നോംസ്, വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഓറിയന്റേഷൻ ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ മാനസിക ഘടനയിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മാനസികമായ ധാരണകളിൽ മാറ്റം വരും. മനഃശാസ്ത്രപരമായി ഉണ്ടാകുന്ന മാറ്റം, അത് പ്രധാനമായിട്ടും നമ്മളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട്. അവർ ആറ്റിറ്റ്യൂഡ്, ചേഞ്ചസ് ഇൻ അവർ ആറ്റിറ്റ്യൂഡ്. പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ സംഭവിക്കുമ്പോൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറും. പണ്ട് നമ്മൾ രാജാവിനെ ദൈവത്തെ പോലെ കരുതുന്നു. ഇപ്പൊ നമ്മൾ രാജാവിനെ ദൈവത്തെ പോലെ കരുതും. ഭരണാധികാരികളെ നമ്മൾ ദൈവത്തെ പോലെ കരുതാറില്ല. ആദ്യകാലത്ത് രാജാവ് ദൈവത്തിന്റെ പ്രതിനിധിയാണെന്ന് വിശ്വസിച്ചത്. നമ്മളിപ്പോൾ നമ്മുടെ പിണറായി വിജയനോ ഉമ്മൻചാണ്ടിയോ നരേന്ദ്രമോദിയോ മൻമോഹൻ സിംഗോ ഒന്നും രാജാവിന്റെ പ്രതിനിധിയായിട്ട് ദൈവത്തിന്റെ പ്രതിനിധി ഒന്നും നമ്മൾ കണക്കാക്കാറില്ല. അപ്പോൾ അവർ നോംസ് ഹാസ് ചേഞ്ച്. നമ്മളുടെ മൂല്യങ്ങൾ മാറി, നമ്മളുടെ കാഴ്ചപ്പാടുകൾ, നോംസ്, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് അവർ ഓറിയന്റേഷൻ, നമ്മളുടെ ധാരണകൾ മാറും. ദാറ്റ് ഈസ് ദി ചേഞ്ചസ് ബ്രോട്ട് ബൈ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ അറ്റ് സൈക്കോളജിക്കൽ ലെവൽ. നമ്മളുടെ മാനസിക ഘടനയിൽ, നമ്മളുടെ മനോനിലയിൽ മാറ്റം വരുത്താൻ പലപ്പോഴും പൊളിറ്റിക്കൽ മോഡേണൈസേഷന് കഴിയുന്നുണ്ട്. നമ്മൾക്ക് രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചുള്ള ധാരണകൾ, കാഴ്ചപ്പാടുകൾ, രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചുള്ള ധാരണകൾ, കാഴ്ചപ്പാടുകളൊക്കെ മാറ്റം വരും. ദെൻ അറ്റ് ഡെമോഗ്രാഫിക് ലെവൽ ജനസംഖ്യാപരമായ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇറ്റ് ഇംപ്ലൈസ് ഇംപ്രൂവ്മെന്റ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ജനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡെമോഗ്രാഫിക് ലെവൽ ഇംപ്രൂവ്സ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ വരുമ്പോൾ ജനങ്ങൾ കൂടുതൽ പങ്കാളിത്തവും, ജനങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം സബ്ജക്റ്റ് കൾച്ചറിൽ നിന്നും പാർട്ടിസിപ്പന്റ് കൾച്ചറിലേക്ക് മാറുമ്പോൾ നമ്മളുടെ ജീവിത നിലവാരം ഉയരുന്നു. നമ്മൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ സർക്കാരിന് ലഭ്യമാവുന്നു. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആൻഡ് പ്രോഗ്രസ് ടുവേർഡ്സ് മൊബിലിറ്റി ഓഫ് പീപ്പിൾ ആൻഡ് മോഡേണൈസേഷൻ. ജനങ്ങൾ കൂടുതൽ മൊബിലിറ്റി കിട്ടുന്നു. ജനങ്ങൾ കൂടുതൽ രാഷ്ട്രീയമായ പങ്കാളിത്തം, സോഷ്യൽ മൊബിലിറ്റി, മെച്ചപ്പെട്ട ജീവിത സാഹചര്യം, സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ ഒക്കെ ലഭിക്കുന്നതിന് കാരണമാകും. ദെൻ അറ്റ് സോഷ്യൽ ലെവൽ, സാമൂഹ്യ മേഖലയിൽ, it has the tendency to replace the focus of individual loyalty to family and other primary groups to voluntary associations, social participation and involvement. സാമൂഹ്യ തലത്തിൽ ഇത് ജനങ്ങളുടെ ചില പ്രയോറിറ്റികൾ മാറ്റുന്നു. ഇറ്റ് ഇൻഡിവിജ്വൽ ലോയൽറ്റി ടു ഫാമിലി ആൻഡ് അതർ പ്രൈമറി ഗ്രൂപ്പ്സ്. നമ്മൾക്ക് നമ്മളുടെ കുടുംബത്തോടും നമ്മളുടെ കുടുംബപരമായ കൂട്ടായ്മകൾ, അത്ര പ്രൈമറി ആയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ അയൽക്കാര് എന്ന് പറയുന്ന ചില വിധേയത്വങ്ങൾ, നമ്മുടെ ഫാമിലി, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ മതക്കാർ എന്ന് പറയുന്ന വളരെ പ്രാഥമികമായ വിധേയത്വങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ സന്നദ്ധ സംഘടനകളിലേക്കും സാമൂഹ്യമായ പങ്കാളിത്തത്തിനൊക്കെ നിങ്ങൾ തയ്യാറാവുന്നു. നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നു, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നു, നിങ്ങൾ ഏതെങ്കിലും സന്നദ്ധ സംഘടനയിൽ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഭാഗമാണ്. നിങ്ങൾ രാഷ്ട്രീയമായ പങ്കാളിത്തം നടത്തുന്നു, നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമാവുന്നു, ഇലക്ഷനിൽ മത്സരിക്കുന്നു, ഭരണാധികാരികളാവുന്നു. ഇത് നിങ്ങളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നതിന് സൂചകമാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടി, നിങ്ങളുടെ സമുദായക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ജാതിക്കാർക്ക് വേണ്ടി, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഒരു സമൂഹത്തിന് മൊത്തം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വമേധയാ പ്രവർത്തന സന്നദ്ധരാകുകയും ചെയ്യുന്നത് പൊളിറ്റിക്കൽ മോഡേണൈസേഷന്റെ മറ്റൊരു ഇമ്പാക്റ്റ് ആണ്. പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ ഹാസ് ഇമ്പാക്ട് ഓൺ ഡെമോഗ്രാഫിക് ലെവൽ, സൈക്കോളജിക്കൽ ലെവൽ, intellectual level and social level. At social level, the level of participation has been widened. Your participations in primary organizations like family or related groups, നിങ്ങളുടെ കുടുംബത്തിനും മറ്റ് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ പ്രവർത്തനവും ഊർജവും സാമൂഹ്യ പങ്കാളിത്തത്തിന് വേണ്ടി, രാഷ്ട്രീയ പങ്കാളിത്തത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നു എന്നർത്ഥം. ആ രീതിയിൽ സാമൂഹ്യമായി മാറ്റം ഉണ്ടാവും.
ഒരു 100 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും ഉണ്ടാവാനില്ല. ആകപ്പാടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം. അപ്പോൾ ഈ നമ്മുടെ ഈ പറഞ്ഞ നേതാക്കന്മാര് സാധാരണ നേതാക്കന്മാരേ ഉള്ളൂ, രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് ആരും രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല. അപ്പോൾ ഈ പങ്കാളിത്തം വരുന്നത് നമ്മളുടെ പൊളിറ്റിക്കൽ മോഡേണൈസേഷന്റെ ഭാഗമായിട്ടാണ്. പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ സാമൂഹ്യ തലത്തിൽ മാറ്റം വരുത്തുന്ന ഒരു കാര്യം. അറ്റ് എക്കണോമിക് ലെവൽ, സാമ്പത്തിക മേഖലയിൽ ഇറ്റ് ഇൻവോൾവ്സ് ദി ഗ്രോത്ത് ഓഫ് മാർക്കറ്റ്. സാമ്പത്തിക മേഖലയിൽ കമ്പോളത്തിന്റെ വികാസം. പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ സംഭവിക്കുമ്പോൾ കമ്പോളം വികസിക്കും. അതുവരെ ഉണ്ടായിരുന്ന പ്രാദേശികമായ കമ്പോളങ്ങളൊക്കെ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ഒരു വലിയ സമ്പദ് വ്യവസ്ഥയായി മാറും. കമ്പോളം വികസിക്കുന്നു. മോഡേണൈസേഷൻ അഗ്രികൾച്ചർ, കാർഷിക മേഖലയുടെ ആധുനികവൽക്കരണം. നമ്മൾ കണ്ട പോലെ വലിയ വൻകിട ഡാമുകൾ, നമ്മളുടെ ഗ്രീൻ റവല്യൂഷൻ, പഞ്ചവത്സര പദ്ധതികൾ ഒക്കെ അതിന് ഉദാഹരണമാണ്. പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സമ്പദ് വ്യവസ്ഥയിൽ മാറ്റം ഉണ്ടാവുന്നു, സമ്പദ് വ്യവസ്ഥ വികസിക്കുന്നു, നമ്മൾ ലോക സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാവുന്നു, നമ്മൾ കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കുന്നു. നമ്മുടെ ഹരിത വിപ്ലവമൊക്കെ ഉദാഹരണമാണ്. ഇംപ്രൂവ്മെന്റ് ഇൻ കൊമേഴ്സ്, ട്രേഡും കൊമേഴ്സും വ്യാപിക്കുന്നു. വ്യാപാര വാണിജ്യ പ്രക്രിയ ശക്തിപ്പെടുന്നു. ദെൻ ഡെവലപ്മെന്റ് ഇൻ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് വൈഡനിങ് എക്കോണമിക് ആക്ടിവിറ്റി. ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം. നമ്മുടെ സെക്കൻഡ് 5 year പ്ലാൻ വ്യവസായവൽക്കരണം ഉദ്ദേശിച്ച് ഇൻഡസ്ട്രിയലൈസേഷന് കാരണമാവുന്നു. This is because of what some kind of political modernization has occurred. പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ സംഭവിക്കുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. രാഷ്ട്രീയ ആധുനികവൽക്കരണം കൊണ്ടുണ്ടാകുമ്പോൾ സാമ്പത്തിക മേഖലയിൽ വരുന്ന മാറ്റം, എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിക്കുന്നു, കാർഷിക മേഖലയുടെ ആധുനികവൽക്കരണം സംഭവിക്കുന്നു, വ്യവസായവൽക്കരണം വരുന്നു, ട്രേഡും കൊമേഴ്സും ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ വൈഡനിങ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൂടുതൽ വിശാലമാക്കപ്പെടുന്നു. കൂടുതൽ ജനങ്ങൾക്ക് സാമ്പത്തിക പ്രക്രിയയിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ദിസ് is part of political modernization. Thus, political modernization is not only confined to political activity and political process alone. രാഷ്ട്രീയ മേഖലയിൽ രാഷ്ട്രീയ പ്രക്രിയ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രക്രിയയല്ല പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ. ഇറ്റ് ഹാസ് ഇന്റലക്ച്വൽ ഇമ്പാക്ട്. നമ്മളുടെ ധാരണകളെ മാറ്റുന്നത്, നമ്മളുടെ ലിറ്ററസി വർദ്ധിപ്പിക്കുന്നു, ജനങ്ങളുടെ പങ്കാളിത്തത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നു. ദെൻ ഇറ്റ് has psychological level, it is change our attitude and values. നമ്മളുടെ കാഴ്ചപ്പാടുകളെയും നമ്മളുടെ വാല്യൂസിനെയും മാറ്റി മറിക്കുന്നു. Then at demographic level, it increases, uplifts our what you may call standard of living. നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുന്നുണ്ട്. സാമൂഹ്യ മേഖലയിൽ ജനങ്ങളുടെ പങ്കാളിത്തം കൂടുതൽ വർദ്ധിക്കുന്നു. ഫാമിലി എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ പങ്കാളിത്തം സാമൂഹ്യ മേഖലയിലേക്ക് വർദ്ധിക്കുന്നു. എക്കണോമിക് ലെവലിൽ നമ്മളുടെ സാമ്പത്തിക പ്രക്രിയ കൂടുതൽ വിശാലമാക്കപ്പെടുന്നു. വ്യവസായവൽക്കരണം, കാർഷിക മേഖലയുടെ നവീകരണം, ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു. Widening of economic activity, etc. is also part of economic sphere. In this way, political modernization increases the capacity and capability of a political system to find and utilize the resources of the country. Thus, political modernization, as I just concluded, political modernization is not only confined to the political field alone, in the field of legislature, executive and judiciary or constitution. ഭരണഘടനയുടെ മേഖലയിലും ഈ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നീ മേഖലയിലുള്ള നവീകരണം മാത്രമല്ല, it increases the capacity and capability of a political system to find and utilize its resources of the country. ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം, ഒരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് ആ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ആ രാഷ്ട്രത്തിൽ ലഭ്യമായ വിഭവങ്ങൾ വളരെ ആവശ്യത്തിന് അവരുടെ സാമൂഹികവും സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി അതിനെ വിനിയോഗിക്കാനുള്ള ഒരു രാഷ്ട്രത്തിന്റെ കഴിവ് വർദ്ധിക്കലാണ് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ. ഒരു രാജ്യത്തിന് ലഭ്യമായ വിഭവങ്ങളെ ആ രാജ്യത്തെ ജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ വികാസത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ഒരു രാഷ്ട്രത്തിന് കേപ്പബിലിറ്റി ഉണ്ടാവുന്നതിനെയാണ് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുക. It also increase in the need for coordinated social action to solve all kinds of problems faced by political system. Further, it involves the coordinated social action to solve the problems faced by that political system. ഒരു രാഷ്ട്രീയ സംവിധാനം
നേരിടുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ. അതിനെ ഒരു കോഓർഡിനേറ്റഡ് എഫർട്ട്, വ്യത്യസ്ത മേഖലയുടെ സഹകരണത്തോടു കൂടി ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ശ്രമവും പൊളിറ്റിക്കൽ മോഡേണൈസേഷന്റെ ഭാഗമാണ്. ഓർ ഇറ്റ് ഇൻക്രീസസ് ദി കേപ്പബിലിറ്റി ഓഫ് എ പൊളിറ്റിക്കൽ സിസ്റ്റം ടു സോൾവ് ദ പ്രോബ്ലംസ് ദേ ഹാവ് ബീൻ ഫേസിംഗ്. ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം നേരിടുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ വിജയകരമായി മറികടക്കാൻ അവരെ സഹായിക്കുന്നതും ഈ പൊളിറ്റിക്കൽ മോഡേണൈസേഷനാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ത്യയും പാകിസ്ഥാനും ഒരേ സമയം സ്വാതന്ത്ര്യം പ്രാപിക്കപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ്. ഒരേ ദിവസം 10-12 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളും പക്ഷേ അവരുടെ കഴിഞ്ഞ ഒരു 70 കൊല്ലത്തെ ഒരു ഹിസ്റ്ററി നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഇന്ത്യ ഒരു പൊളിറ്റിക്കലി മോഡേണൈസ്ഡ് കൺട്രി ആയപ്പോൾ പാകിസ്ഥാന് അത്രയും പൊളിറ്റിക്കലി മോഡേണൈസ്ഡ് ആവാൻ കഴിഞ്ഞില്ല. പാകിസ്ഥാൻ പിന്നെയും പിളർന്നു. ഒരുപാട് സൈനിക അട്ടിമറി ഉണ്ടായി. ജനാധിപത്യം സ്ഥാപിക്കപ്പെട്ടില്ല. ഇന്ത്യയിൽ കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പൊളിറ്റിക്കലി മോഡേണൈസ് ചെയ്യപ്പെട്ടു. നമ്മൾ നല്ലൊരു ഭരണഘടന ഉണ്ടാക്കി, അതനുസരിച്ചുള്ള ഭരണം നടത്തി. വ്യത്യസ്ത രാഷ്ട്രീയപ്പെട്ട അധികാരത്തിൽ വന്നപ്പോൾ പോലും ഒരാൾ പോലും അക്രമത്തിലൂടെ അധികാരം പിടിച്ചെടുത്തതല്ല. ഒരു സൈനിക മേധാവി പട്ടാള അട്ടിമറി നടത്താൻ നോക്കിയില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ അറിയാമെങ്കിൽ പോലും ഒരിക്കൽ പോലും സൈനിക അട്ടിമറി ഉണ്ടാവുകയോ ജനാധിപത്യം ശാശ്വതമായി ഇന്ത്യയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. This is some kind of political modernization is greater, or political modernization is greater than or better than what the Pakistan have. പാകിസ്ഥാന്റെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട രാഷ്ട്രീയ ആധുനികവൽക്കരണം ഇവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. നമ്മൾക്ക് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും വളരെ വിജയകരമായി തരണം ചെയ്യാൻ കഴിഞ്ഞു. നമ്മുടെ വിഭവങ്ങളെ നമ്മുടെ ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് വേണ്ടി നമുക്ക് വിനിയോഗിക്കാൻ പൂർണ്ണമായും കഴിഞ്ഞില്ലെങ്കിൽ പോലും ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹരിത വിപ്ലവവും നമ്മളുടെ പഞ്ചവത്സര പദ്ധതികളും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വികാസവും ഒക്കെ അതിന് സഹായിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഫൈനലി, ഇറ്റ് ഇൻക്രീസസ് ദ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഡിമാൻഡ്സ് ഫ്രം ദി മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. ഫൈനലി, പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ ഇൻക്രീസസ് ദി പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ രാഷ്ട്രീയ പങ്കാളിത്തം വർദ്ധിപ്പിക്കും. ജനങ്ങൾക്ക് രാഷ്ട്രീയമായ കാര്യങ്ങളിൽ പങ്കാളിത്തം, ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്ന മേഖലകളിലൊക്കെ ഇവർക്ക് പങ്കാളിത്തം ഉറപ്പുവരുന്ന ഒരു പ്രക്രിയ കൂടിയാണ് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന്